കാറ്റുണ്ടോ നോക്കിയാ കാറ്റുണ്ടാക്കാത് ബൈക്കറ്റ മാമ്പയോ മാമ്പഴല്ല മാമ്പഴം തേമ്പഴത്തിനൊക്കെ എന്താ ടേസ്റ്റ്? തേങ്ക. സ്കൂളിലേക്കുള്ള യൂണിഫോം, ബുക്ക് ഇതൊക്കെ കൂടി വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. കമന്റ് ചെയ്ത് പിന്നെ ഒരു 2000 രൂപ തരുമോ, കളിയാക്കല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് നമ്പർ തരീന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ റീപ്ലേകൾ കാണും. ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞാൻ പിന്നെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്ന്. അപ്പോൾ ഏതായാലും ഞാൻ കമൻറ്റുകളൊന്നും അങ്ങനെ അധികം എടുത്തു നോക്കലില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ നിന്ന സമയത്ത് വെറുതെ കമൻറ്റ് ഇങ്ങനെ എടുത്ത് വെറുതെ ഓരോന്ന് ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് ഞാനൊരു കമൻറ്റ് കണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്കൂൾ തുറക്കുന്ന ടൈമാണ്. അപ്പം കുറേ ആൾക്കാർ പിന്നെ സ്കൂളിലൊക്കെ ഇപ്പം സ്കൂൾ ഫീസ്, അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള യൂണിഫോം, ബുക്ക് ഇതൊക്കെ കൂടി വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾ മെസ്സേജ് കമൻറ്റ് ചെയ്ത് പിന്നെ ഒരു 2000 രൂപ തരുമോ, കളിയാക്കല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പല രീതിയിലും മെസ്സേജ് ആയിട്ടും അതുപോലെ കമൻ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതുമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ താഴത്ത് കുറേ മെസ്സേജുകൾ, റീപ്ലേകൾ കണ്ട്, കമൻറ്റിന് നേരെ താഴത്ത് കുറേ റീപ്ലേകൾ കണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ട് നമ്പർ തരി, ഞാൻ പിന്നെ നമ്പർ തരൂ, GPay നമ്പറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ തരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റീപ്ലേകൾ കണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു അഭിമാനം തോന്നുന്ന നിമിഷം എന്നൊക്കെ പറയല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോ കാണുന്നത് വലിയ ഒരുപാട് ഉയർന്ന കുറേ എന്താ പറയുക പൈസ ഉള്ള ആൾക്കാരോ അങ്ങനെ സമൂഹത്തിൽ വലിയ ആൾക്കാരോ അങ്ങനെ കാണുമ്പോൾ അതിന് കുറേ ആൾക്കാർക്ക് ചില ഹാപ്പിനെസ്സുകളൊക്കെ കിട്ടാം. പക്ഷെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരാണല്ലോ നമ്മൾ വീഡിയോസുകൾ കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ, ആ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം, അതുപോലെ തന്നെ ഒരു അഭിമാന നിമിഷം എന്നൊക്കെ പറയാം. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഇപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സഹായവും കാര്യങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടം, എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം ഇപ്പം ഇങ്ങനൊരു പിന്നെ മെസ്സേജിന് റീപ്ലൈ ആയിട്ട് പൈസ ഞങ്ങൾ തരാമെന്നുള്ള രീതിയിൽ ഓരോരുത്തർ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം കേസ്. അപ്പം എങ്ങനെ പറയാന്നറിയില്ല. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ഇപ്പം എന്താ ഞാൻ എന്താ കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ചിലപ്പം അറിയൂല ഏത് രീതിയിലേക്കാണ് നമ്മൾ പോവേണ്ടതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അതായത് ഞാൻ പറയാം, എനിക്ക് പോലീസ് ആ ഒരു മേഖലകളാണ് എനിക്കിഷ്ടം. പക്ഷെ അതിനെക്കുറിച്ച് ഒരാളോട് പറയുമ്പോൾ അയാൾ പറയും അതെടുത്തോ, വേറെ ഒരാൾ ചോദിക്കുമ്പോൾ അയാൾ എടുത്തെടുത്തോ അങ്ങനെ. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയില്ലായിരുന്നു. എവിടുന്ന് ചോദിക്കുമ്പോൾ അതെടുത്തോ. പക്ഷെ അതൊന്നും ഒരു കറക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്, എന്തെടുക്കണം, എന്ത് രീതി മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയാൻ വേണ്ടി. എനിക്ക് ആ സമയത്തുണ്ടായ കൺഫ്യൂഷൻ പോലെ ഇപ്പം കുറേ ആൾക്കാർ +2 കഴിഞ്ഞ ടൈമാണ്. അപ്പം കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എന്ത് പഠിക്കണം, ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. എനിക്ക് അത് പഠിക്കണം ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ നഴ്സിംഗോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ, നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ച് വേണ്ടി നമ്മളിപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ പുതുതായിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സെൻ്ററാണ് നമ്മളത്. അപ്പം ഇവർക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുക, ഏത് രീതിയിലുള്ള കോഴ്സാണ് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട കോളേജ് പ്രിഫർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലെവലിലുള്ള സംഭവമാണ്. അപ്പം ഏതായാലും അങ്ങനെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് നമ്പർ കൊടുക്കാം. ഇത് നമ്പർ തന്നെയാണ്. അപ്പം ഏതായാലും പിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കിയുള്ള പഠനങ്ങളും എങ്ങനെ പഠിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ട കോളേജും പിന്നെ അതുപോലെ നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കോളേജിൻ്റെ ഫീസ് മാത്രം അടിച്ചാൽ മതി. അതല്ലാതെ ഇവിടുത്തെ ഫ്രീ ആയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കോളേജ് പോയിട്ട് കോളേജ് കണ്ടതിന് ശേഷം ഓക്കെ ആയിട്ട് മാത്രം അഡ്മിഷൻ എവിടെ എടുക്കുകയാണെങ്കിലും അങ്ങനെ മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ ഇന്ത്യൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പുറത്തൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക്
ചെയ്യണമെന്നുണ്ട്. അപ്പം ഏതായാലും ആവശ്യക്കാർക്ക് ഞാൻ നമ്പർ കൊടുക്കുക. അപ്പോൾ ഏതായാലും ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ ഓഫീസാണ് ഇത് കേട്ടോ. ഇത് പിന്നെ നമ്മളെ ഓഫീസാണ് വരുന്നത്. ഇനി ഏതായാലും ഞാൻ ഇതാക്കണ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലേ മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് അന്നപ്പോൾ കമൻറ്റ് വായിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ എന്നുള്ള ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല, എന്തോ ഒരു ഇഷ്ടമാണ് ഗൈസ് ആ ഒരു സംഭവം. അപ്പം ഏതായാലും നമ്മൾ ഇതാക്കണ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത മഴ വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്തട്ടെ ഗൈസ്. ഞാൻ രാവിലെ ചായ പോലും കുടിക്കാതാണ് ഇങ്ങോട്ട് വന്നത്. ഐശുവിനെ ക്ലാസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു, നഴ്സറിയിലാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഈ ലാപ്പ് ഇവിടെ വെച്ച് മറന്ന്, അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അടുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. ഇതാ മലകൾ ഇലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ കണ്ടോ, അടുത്ത കാറ്റും മഴയും വരുമ്പോഴേക്കും വേഗം വീട്ട് പിടിക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ആക്കണ വീട്ടിലെത്തി ഗൈസ്. വീട്ടിൽ നല്ല പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് പറയട്ടെ ഗൈസ്. ആക്കണ നല്ല പുക വരുന്നുണ്ട് ക്ഷമയെ, പുക വരുന്നുണ്ട്. ഞാനേ നല്ല പുട്ട് എന്ന് പറയാന് പുട്ടിന്റെ എല്ലായിടത്തും ഒരേ ടേസ്റ്റാണല്ലേ പുട്ടുണ്ടാകാം. അല്ല എന്നാലും ഞാൻ നല്ലത് പുട്ട് എൻ്റെ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ എന്തിനും. ഷെഫ് ഒരു കഷ്ണം പുട്ടേ തിന്നത്, ഞാൻ എന്ത് ചെയ്യും വലിയൊരു കഷ്ണമായിട്ടാക്കും. എന്നാ ഒന്നേ പേരും വരും, രണ്ടെണ്ണത്തിന്റെ സാധനയിലിട്ടു ഞാന്. പക്ഷെ വേറെ കാര്യമുണ്ട് ക്ഷമിയ, ഓവർ ഇത് അരിയാണ് സംഭവം. ആണോ? മനസ്സിലായോ? അരിയായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതല്ല കുറയ്ക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? അതിന്റെ പകരം അല്ലാതെ എന്തെങ്കിലും മറ്റേ എന്താ പറയാ സാലഡോ നെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും വരുന്നതാണല്ലോ. പല്ലുവേദന അത് മിണ്ടാണ്ടിരുന്നോ? ഞാൻ മിണ്ടനില്ല. എന്നെ കൊണ്ട് ഈ മിണ്ടിക്കരുത് കേട്ടോ ജമീന. ഞാൻ ഇങ്ങോട്ട് നോക്കി എങ്ങനെങ്കിലും ഒന്ന് മിണ്ടാണ്ട് നിൽക്കുമ്പോ ഇവിടെ പറയാ പല്ലുവേദന അതാ ഇതാന്ന്. അതെന്താ പല്ലുവേദന ഉദ്ദേശിച്ചത്? നെറ്റ്സ് കടിക്കുമ്പോ പല്ലുവേദന ആകും അല്ലേ? അതല്ല. ഓക്കെ, പിന്നെ ക്ഷമ ഞാൻ നമ്മളെ ഓഫീസ് കാണിച്ചു കൊടുത്ത്, പിന്നെ അതിന്റെ പേര് തന്നെ ഒരു കമന്റ് വന്നു. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ, ഞാൻ ഓൾറെഡി ഇതെടുത്ത് പറഞ്ഞതാണ്. എന്നുവെച്ചാൽ പൈസ സ്കൂളിൽ ഇപ്പോ ഫീസിന്റെ ഒക്കെ ആവശ്യം ഉണ്ടല്ലോ, അപ്പൊ 2000 രൂപ തരുമെന്ന് വെച്ച് കമന്റ് ചെയ്ത ഒരാള്. ഞാൻ കണ്ടോ? അത് ഫസ്റ്റ് തന്നെ ഉള്ള അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണല്ലോ. എന്നിട്ട് കൊറേ ആള് ഹെൽപ്പ് ചെയ്തല്ലേ, അക്കൗണ്ട് നമ്പർ തരുന്ന പേര് പറയുന്നൊക്കെ നമ്മളെ വീഡിയോ. പക്ഷെ ഞാൻ കമന്റ് അങ്ങനെ നോക്കല്ല, ഇവള് എല്ലാ കമന്റും കുത്തിരുന്ന് നോക്കും, സങ്കടമായി കുത്തിരിക്കുകയും ചെയ്യും. ഇന്നൊരു സ്പെഷ്യലാണ്. ഞാൻ ഇതേ പുട്ടുകട എന്ന് പറഞ്ഞൊരു ഷോപ്പില്ലേ ദിലീപേട്ടൻ. പുട്ടുകടല്ല, ഒരു കാര്യം പറയാ, അതേ പുട്ടുകട പുട്ടാണെങ്കിൽ ഇതേ പുട്ടുകട മാറ്റ്, അത് ഡിലീറ്റ് ചെയ്യ്. ഒരു കാര്യം പറയാ, അപ്പൊ ഗെയ്സ് എന്ന് പറയുന്ന ഇങ്ങനെ ആക്കി എടുക്കുക. എത്ര ദിവസമായി ഇത് കൊണ്ടെടുക്കണ അറിയോ ഇത് ഉണ്ടാക്കാന്. അപ്പൊ ഞാനത് മിക്സിയിൽ അടിക്കാൻ നോക്കുമ്പോ എന്ത് കറണ്ട് ഇല്ല, മിക്സി ഞങ്ങൾ നല്ല പ്ലാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല പുട്ട്, മാമ്പഴപ്പുട്ട് അല്ലേ, മാങ്ങപ്പുട്ട്, മാമ്പഴപ്പുട്ട് കിട്ടിയാൽ. അപ്പൊ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് മാമ്പഴം ആദ്യം എന്താ ചെയ്യേണ്ടത്? മാമ്പഴം മിക്സിയിൽ അടിച്ചിട്ട് പുട്ടും പൊടിയിലേക്ക് ഒഴിക്കുക, കുറച്ചിട്ടോ ഒരു കളർ. ദിലീപേട്ടൻ ഏതൊരു വീഡിയോയില് പറഞ്ഞു, അതിനുശേഷം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് നോക്കണ്ടേ, ചെറിയൊരു വ്യത്യാസമല്ല, അതിലോൻ തെറ്റില്ല. ഒരു പെரிய ലൂസ്, അതിലെന്തോ ഒരു ചെറിയ പ്രശ്നം അല്ലേ? അതിന് വലിയ തെറ്റൊന്നുമില്ല. ദേവുട്ടുകട കാറ്റുണ്ടോ നോക്കിയാ? കാറ്റ് നോക്കാതെ ബൈക്കറ്റാ അത് ഇത് ചെത്ത് ആ ചൂട് എണ്ണോട്ടെ. പക്ഷേ ഈറ്റാലാണോ ചെത്തന്റെ? ഈറ്റാലാണോ? ഇനി പറയൊക്കെ അറിയാം. ഇത് നല്ല മധുരണ്ട്. അല്ലേലും എനിക്ക് ഇതന്നെ നല്ലേ. ഞാൻ ഇവിടെ അങ്ങോട്ട് ചെത്തിയിട്ട് ഇങ്ങനെ തിന്നല. എന്തോരം മാങ്ങ ഉണ്ടായിരുന്നു അങ്ങ് ഓരോരുത്തർ തന്നെ. ഞാൻ അതിനായിട്ട് ഒരു ബോക്സ് ഒക്കെ ഇറക്കിനും ഒക്കെ തീർന്നു. മാമ്പഴം എന്ന് പറഞ്ഞ എന്താ അറിയോ,
ഇല്ല. ദിലീപേട്ടൻ ആ വീഡിയോയില് പറഞ്ഞ മാമ്പഴം എന്നാ മാങ്ങാന്ന് പറയുമ്പോ ഒരു രുചി വരുന്നില്ല. മാമ്പഴം എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു ചേച്ചാ അങ്ങനെ എന്നെ പറഞ്ഞോളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞില്ലേലും സാധനം തന്നെ. എന്റെ മോളെ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ. മാമ്പഴം എന്ന് പറയുമ്പോ അതൊരു എന്താ പറയാ ഒരു ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. മാങ്ങ എന്ന് പറയുന്നതിന്റെ ഒരു ടേസ്റ്റ് ഉള്ളത് മാങ്ങ ഇത് മാങ്ങ മാമ്പഴം മാമ്പഴല്ല മാമ്പഴം വൈബിള് അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. രണ്ടും നല്ല വൈബിന്റെ ആൾക്കാരാ. തേമ്പഴത്തിനൊക്കെ എന്താ ടേസ്റ്റ്? തേങ്കപ്പഴത്തിനൊക്കെ എന്താ ടേസ്റ്റ്? തേങ്ങ അരച്ചതാ. ഇത് കാണുമ്പോ ഉള്ളിലേക്ക് കളറില്ല കേട്ടോ മാങ്ങക്ക്. എന്നാ മാറ്റേണ്ടി വരും. മാറ്റൂലേ? ഇനി മാറ്റൂല. ഇതവിടെ തിന്ന ഞാൻ പറഞ്ഞിക്കണല്ലോ അപ്പളെ. മൂത്തവർ പറയും മുതുനെല്ലിക്ക എന്തോന്ന് പറയല്ലേ, മധുരിക്കും പിന്നെ കഴിക്കും പിന്നെ മധുരിക്കും. അത് മാറിയിരിക്കുന്ന മോളെ. ഇപ്പൊ ഞങ്ങള് പറയുന്നതാണ് ശരി, മനസ്സിലായോ? മുതിർന്നോര് പറഞ്ഞാൽ ആദ്യം കയ്പല്ല ഉണ്ടാവുക പിന്നെ അല്ല മധുരിക്കുക. ഞങ്ങള് പറയുന്നത് ആദ്യവും മധുര പിന്നെയും മധുര, എന്നിട്ട് ഷുഗറും വരും. എങ്ങനെ ആയാലും ഒരു വിള അത് വിടൂല. ഞാൻ എന്താ അറിയോ, ഇതാ പുതിയ ടേബിൾ ഷീറ്റ് ആയിഷുവിന് വേണ്ടിട്ട് വാങ്ങിയതാട്ടോ. ഇപ്പൊ ഫുഡ് എടുത്തേക്കുമ്പോൾ കോള് പറയും ഉമ്മ കൊലായിൽ പോയിരുന്ന് കഴിക്കാന്ന്. ഇപ്പൊ ഇതുള്ളതും കൊണ്ട് ഞാൻ ഇത് വിടും. കൊലായിക്ക് പറയേണ്ടിയാ എന്തേതാ സിറ്റ് ഔട്ട് കൊലായും തിരിനോലുണ്ടാവും. തിരിയല്ല, മനസ്സിലാകുക. നിങ്ങളിതെല്ലാം എടുത്ത് അടിച്ചെറുക്കണ എന്തിനാ? ഇങ്ങനത്തെ പറയാൻ നിക്കണേ? എനിക്കിതൊക്കെ എല്ലാം അറിയോ? ഭാഷന്റെ ഭാഷ കാണിച്ചുവിടാ പിള്ളേർക്ക്. ഓ പിന്നെ ഞാൻ ഈ മാങ്ങ ചെത്തുമ്പോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിക്കണോ? കമന്റ് ചെയ്തോ. അടുത്ത വീഡിയോയിൽ എന്തായാലും അതിനെ കുറിച്ച് പറയും അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കണെങ്കിൽ കണ്ടോ അടുത്ത വീഡിയോയിൽ പറയാനുള്ളതാ. എന്നോട് പറയിപ്പിച്ചല്ലേ? എന്നോട് പറഞ്ഞാ പോലെ ചെവിയിൽ മനസ്സിലാക്കിന്. ഞാൻ എടുത്തേക്കയ്യ ചേട്ടോ. അടുത്ത വീഡിയോയിലേക്ക് ഇനി പറയാൻ നിങ്ങളെയും കാത്ത് നിർത്തിയില്ല ചെവി. പിന്നെ ഈ സാധനം കഴിച്ചാലൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഏതായാലും കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കഴിക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങനെ എടുത്തേ കൈ കൊണ്ട് ചെത്തി പഠിച്ചതെന്നറിയോ? എന്റെ ഏതോ ഒരു കൈ പൊട്ടീനല്ലേ ചെറുപ്പത്തില്. അപ്പൊ ഞാൻ മറ്റേ കൈ കൊണ്ട് തന്നെ എടുത്തെടുത്തെടുത്ത് ശീലിച്ച് അങ്ങനെ ആയതാ. നിങ്ങൾ പുട്ടിൻ്റെതോ പഴമ്പഴത്തിൻ്റെതോ മാങ്ങൻ്റെതോ എന്തോ കണ്ടുപിടി. മാമ്പഴം. മാമ്പഴം 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 തിരിയൂല മനസ്സിലാവില്ല. നമ്മൾ നന്നായിടാ പോവുക നല്ലൊരു ഭാഷ പഠിക്കാന്. നമ്മളെ ഭാഷ എന്നെ കൊണ്ടുപോയാ പിന്നെ പറയണമല്ല. സംഭവം അടിപൊളിയാണ്. ചെറിയ പ്രശ്നമുണ്ട്. മാങ്ങക്ക് ടേസ്റ്റ് വേണം. ഒന്നുകൂടി നല്ല പഴുത്ത. ഞാൻ അന്നത്തെ പഞ്ഞിയില്ലേ മറ്റേ ഇട്ടാണ് നല്ല വേണ്ടല്ലോ വെല്ലേമേൽക്കാ കണ്ണ്. അപ്പൊ ഷുഗർ വേണ്ട. ഷുഗർ ആഡ് ചെയ്താൽ സൗന്ദര്യം നഷ്ടപ്പെടും. എല്ലാം കൂടെ കുഴങ്ങിയിരിക്കുന്നു. സൗന്ദര്യം നഷ്ടപ്പെട്ടു അങ്ങനൊന്നല്ല കേട്ടോ. ഭയങ്കര ശ്രദ്ധിക്കല്ലേ. എന്തിനാ മധുരമുള്ള വേറെ നോക്ക്. വീട് അങ്ങോട്ട് ബേക്കോട്ട് എടുക്കുന്നത് അവൻ പറഞ്ഞേന്ന്. ഈറ്റാലാണോ ഈറ്റാലാണോ പറയൊക്കെ അറിയാം. അതല്ലത് മധുരല്ല സത്യത്തില്. മധുരല്ല നീനെ തൊട്ടാ അറിയാം. നീങ്ങി വാങ്ങിക്കൊണ്ടുവന്നതാ. വെറും പറ്റിക്കൽ പരിപാടി. ഓലെ പറഞ്ഞിട്ട് കാര്യമല്ല. ഓൾക്ക് അറിയോ അതിന്റെ ഉള്ളിൽ എന്തേത്താണ്. പീടിയ സാധനം വാങ്ങാനും ഇല്ല. ഓലയും കുറ്റും. നല്ല മധുരമുള്ള മാങ്ങന്റെ കൂടെ ഇങ്ങനെ കുഴച്ചു മാമ്പഴം. മധുരമുള്ള മാമ്പഴത്തിന്റെ കൂടെ ഇതിന് മാങ്ങാന്ന് പറയാ അതിന് അല്ലേ? ഇത് മാങ്ങയാണ്. ഇത് തേങ്ങ. എന്താ ഇത് മധുരം ഇല്ലാത്തല്ലേ? അതിന്റെ കളർ തന്നെ ഒരു മാതിരി. ഇതൊക്കെ ഇതൊക്കെ ഇത് മാമ്പഴത്തിന്റെ അവസ്ഥ. മാമ്പഴം പുഴു കൊണ്ട് എല്ലാം കൂടി ഞാൻ പഞ്ചസാര കൂട്ടി ഇങ്ങനെ കഴിക്കണ്ടേ കോലത്തേക്ക് എത്തുന്നത്. ഒരു രസമില്ല.
അല്ല ദിലീപേട്ടൻ കളിയാക്കല്ല, ഈ മാമ്പയം പ്രശ്നം. ദിലീപേട്ടനാണ് ഇപ്പൊ തിരക്കില് അവിടെ വന്ന് തല്ലാൻ വരെ നേരല്ല. ദിലീപേട്ടന്റെ പ്രശ്നമല്ല, ഇത് മാമ്പയം നല്ല മധുരമുള്ളതാണ്, ടേസ്റ്റ് ഉണ്ടാകാന്നാണ് പറഞ്ഞത്. ഇത് ലൊട്ട മാമ്പഴം നോക്ക്. ഇതൊന്നും നമ്മൾ നോക്കുക, ഇത് മാറ്റി വെച്ചിട്ടോ ഉറപ്പാ. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു ചെറിയൊരു രസം ഉണ്ടോ പോകണം. ഇതാ അങ്ങോട്ട് അടുപ്പിച്ചേക്ക്, ഇതിങ്ങനെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്വാദിഷ്ട നീരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് കണ്ടോ കണ്ടോ, സ്വാദിഷ്ട നീര്. ഇനി നമ്മുടെ പുട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കൊഴച്ചിട്ടൊക്കെ ഉള്ളൊരു രസമുണ്ടോ? രസമുണ്ടല്ലേ? എന്നാ പൊടി 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 പൊടി. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പക്ഷെ നല്ല മാമ്പഴ ആയിരിക്കണം, ലൊട്ട മാമ്പഴ ആണെങ്കിൽ എറിഞ്ഞു പോയി നമ്മള്. ഇത് അടിപൊളി സാധനം. ഇവന് മാങ്ങ ചെത്തി തിന്നൊന്നുമില്ല, നമ്മളിങ്ങനെ ചെത്തിട്ടൊക്കെ കൊടുക്കണം. എനിക്കിഷ്ടം ഇങ്ങനെ തിന്നാൻ. അവിടെ ആക്കി പിന്നെങ്ങനെ കമന്റ് ആക്കിയാ കൗണ്ടർ അടിക്കാനോ? ഇതേതായാലും ട്രൈ ചെയ്ത് നോക്കിയോ. എനിക്ക് പല്ലിന് ഒരു കുഴപ്പമില്ല, ഞാൻ മാങ്ങയൊക്കെ തിന്നണം. അത് ട്രൈ ചെയ്ത് ഇന്നലെ വിളിച്ചിട്ടുമല്ല നാട്ടിൽ, ഹലോ സ്റ്റാർ മാജിക് അല്ലേ, അപ്പം എന്നെ പറ്റുമോന്ന് ചോദിച്ചു. ഇനി ഏതാണ് ഞാൻ തന്നെ ആശുവിന് ഇഷ്ടം അങ്ങനെ തിന്നാ. ഞാൻ എന്നിട്ടോ കണ്ടി മാത്രം കൊടുക്കൂ, കഷ്ണമൊക്കെ പൊക്കിട്ട് കുറച്ച് സമയം അങ്ങനെ തിന്നിട്ട് കൊറേ നേരം അങ്ങനെ കിട്ടൂ. അങ്ങനെ നിങ്ങളൊക്കെ ചെയ്തോളിട്ടോ, നല്ല സമയം കിട്ടും. മിണ്ടാതെ ഇല്ല കേട്ടോ ചാൻസ്. തിന്നടിച്ച് പൊറ്റോ. ഇതെന്താ, ഇത് മാമ്പഴ? ഇത് മാമ്പഴ. മാമ്പഴ എന്നാ ചെത്ത് ഇനി എന്തോരത്തുന്ന പഴം തന്നെ തിന്നുന്നത്, പുട്ടധികം പോണില്ല. അല്ല എന്നാ തിന്നണ്, പുട്ടെടുക്ക ഇനില്ലട്ടോ ഇവിടെ ചെത്താന്. എന്തൊരു കഷ്ടാത്. 3 മാങ്ങ 3 മാമ്പഴം. ഞങ്ങൾക്ക് അങ്ങനൊക്കെ അറിയും. ഓക്കെ, അപ്പൊ ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്തത്. പിന്നെ നല്ല മാമ്പഴം ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തിട്ടോ. നല്ല മാമ്പഴം ഏതാണെന്ന് പറയണോ? ഞാൻ പറഞ്ഞുതരാം. കപ്പായി മാങ്ങ, കപ്പായ മാമ്പഴം. ഇവിടെ തന്നെ 2 അഭിപ്രായം. കമന്റ് ബോക്സിൽ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാൻ മതി. ഇത് പറയുമ്പോ എന്ത് മാപ്പിടിയോ ഉണ്ടോ കൊടുക്കും. എനിക്ക് എന്നോട് പറഞ്ഞെന്താ അറിയോ, കൈ എനിക്ക് നല്ല എടുത്തരാ. അതാ നമ്മളെ സ്വന്തം ആളല്ലേ. കൈ നല്ല സ്വന്തം ആളാ. കൈ എന്നിട്ട് എടുത്താ നീ കണ്ടില്ലേ? കൈ നല്ല നോക്കി എടുത്താണ്. പക്ഷെ മതമല്ലാത്ത നല്ല നോക്കി എടുത്ത് ഇന്ന് വീഡിയോക്ക് ഞാൻ പോണ്ടി വരൂല. അല്ലട നീ അങ്ങനെ പറയാവോ? ഇതില്ല ടേസ്റ്റ് ഇല്ല, എന്താ പറയണ്ടേ? ഞാനും പറഞ്ഞില്ല കേട്ടോ കയ്യെ. വല്ലാത്തപ്പോ സാധനമൊക്കെ വിളിച്ചു തന്നാ കൊടുത്തോളേണ്ട ആളാ. അല്ല സംഭവം ഒന്നുമില്ല, ഞാൻ എത്ര പഠിച്ചു എന്നാ വെക്കട്ടെ. ആര് ഫോൺ ചെയ്താലും അത് പറയാ ഓലോട് വെച്ചോളാൻ പറയും, ഓലോട് വെച്ചോളാൻ പറയുന്നു. ആര് വിളിക്കുമ്പോ എന്താ അറിയോ, ഓക്ക് വേഗം ഫോൺ ഇട്ടാന്. അങ്ങനാണ് ഞാൻ ഈ മാങ്ങണ്ടി കൊടുത്ത് കുത്തിരിപ്പിച്ചത്. ഞാൻ ഓളെ വിചാരം ഇതൊക്കെ തിന്നണോന്നാ. നമുക്ക് ഓളെ സ്കൂളൊക്കെ പോകാനുണ്ട്, ബുക്കൊക്കെ കിട്ടും, യൂണിഫോം. ഓക്കെ, ഏതായാലും ബൈ ബൈ ടാറ്റ. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നെവണ്ടി നാശമാക്കരുത് കേട്ടോ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു റോൾ ഇങ്ങനെ എടുത്തിരുന്നു, ഈ മാമ്പഴം ഇങ്ങനെ കൂട്ടിയിട്ട് നെവണ്ടാതെ തിന്നണ കോല കൈയിന്റെ പുറത്തൊക്കെ കണ്ടില്ലേ. ആരും അൺസബ്സ്ക്രൈബ് അടിച്ച് പോയില്ലോ, ഇതിങ്ങനെ ഒരു ജന്മ. ഓക്കെ, എന്നാൽ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റ് ആക്കാം അല്ലേ?